എൻ്റെ അമ്മാച്ചൻ്റെ മകൾ കുഞ്ഞിയമ്മാമ്മ അന്ന് ഡൽഹിയിൽ കാൽടെക്സിൽ ജോലിയാണ്. കുഞ്ഞിയമ്മാമ്മയുടെ ഹസ്ബൻഡ് കേണൽ ലൂത്ര റഷ്യൻ ഭാഷാ വിദഗ്ധനായിരുന്നു. അദ്ദേഹം പൂനെയിലായിരുന്നു കുറേ കാലം. അപ്പോൾ ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഒരു പഹാടി ജോലിക്കാരനുണ്ടായിരുന്നു. ഈ പഹാടി ജോലിക്കാരന് അദ്ദേഹത്തിൻ്റെ പേര് ബുദ്ധി സിംഗ് എന്നോ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തെയാണ് എന്നെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി എന്നെ ഏർപ്പെടുത്തുക. എൻ്റെ ഹിന്ദി അധ്യാപകനായിട്ട് അദ്ദേഹം ആക്ട് ചെയ്തു. പകരം ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ബേസിക് ഇംഗ്ലീഷ് വാക്കുകളും പറഞ്ഞു കൊടുക്കണം. പ്രധാനമായിട്ടും മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ അയാളുടെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേയധികം ഹിന്ദി പഠിക്കാൻ കഴിഞ്ഞു. പിന്നീട് പല വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തപ്പോൾ നാച്ചുറലി കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ചു. ഹിന്ദി ഓൾറെഡി എനിക്ക് വായിക്കാൻ അറിയാമായിരുന്നു. പക്ഷേ ഡൽഹിയിൽ അനുഭവപ്പെട്ട മറ്റൊരു കാര്യം 1960കളുടെ തുടക്കത്തിലാണ്. അന്ന് ഹിന്ദി ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഷയായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ പോലും ഡൽഹിയിലെ അന്നത്തെ ഭാഷ ഉറുദു ആയിരുന്നു. അധികം പേരും വായിച്ചുകൊണ്ടിരുന്നത് ഉറുദു പത്രങ്ങളായിരുന്നു. സംസാരിക്കുന്നത് ഹിന്ദിയും ഉറുദുവും ഒരുപോലെ തന്നെ. ഹിന്ദി സംസ്കൃത ബഹുലമായിരുന്നെങ്കിൽ ഉറുദു പേർഷ്യൻ ബഹുലമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. നോർത്ത് ഇന്ത്യയിലെ സംസാര ഭാഷ പേർഷ്യൻ സ്വാധീനമുള്ള ഒരു ഭാഷയാണ്. നമ്മൾ ഹിന്ദി എന്ന് പറയുന്നെങ്കിൽ പോലും അത് പേർഷ്യൻ സ്വാധീനമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജാണ് ഹിന്ദി എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി, അത് ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്ത അവരുടെ ഭരണസൗകര്യത്തിന് വേണ്ടി മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു ഭാഷയാണ് ഹിന്ദുസ്ഥാനി. അതാണ് ഇപ്പം ഡൽഹിയിലും ചുറ്റുപാടുമുള്ള ജനങ്ങൾ ഇന്നും സംസാരിക്കുന്ന ഭാഷ അതാണ്. പക്ഷേ ഓൾ ഇന്ത്യ റേഡിയോയും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ പ്രൊമോട്ട് ചെയ്യുന്നത് സംസ്കൃത ബഹുലമായിട്ടുള്ള ഹിന്ദിയാണ്. അതേ സമയത്ത് ബോളിവുഡിലെയും മറ്റും ഭാഷ ഹിന്ദുസ്ഥാനിയാണ്. സംഗീതത്തിനും മറ്റും ചേർന്ന ഭാഷ ഹിന്ദുസ്ഥാനിയാണ്. അതാണ് ബോളിവുഡ് സംഗീതം വളരെ പ്രശസ്തമായിരിക്കുന്നത്.